Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനിലുമുള്ള കത്തോലിക്കരോടൊന്നിച്ച്, ലോകം മുഴുവനോടും ഒന്നിച്ച് ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പ് ആഘോഷിച്ച നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്ഥിതനായ മിശിഹായെ സ്വർഗത്തിൽ നേരിട്ട് മുഖാഭിമുഖം ദർശിക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ ഉത്ഥാന മഹത്വത്തില് പങ്കുചേരുന്ന മാർപ്പാപ്പ നിശ്ചയമായും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുമെന്നതിന് സംശയമില്ല. ഇപ്രകാരമുള്ള ഒരു മാർപ്പാപ്പായെ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഉയിർപ്പ് ഞായർ മുതല് ഉള്ള 8 ദിവസങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തില് മിശിഹായുടെ ഉത്ഥിതനായ മിശിഹായുടെ പ്രത്യക്ഷീകരണങ്ങളുടെ ദിവസമായതുകൊണ്ട് തന്നെ പാശ്ചാത്യ പൗരസ്ത്യ സഭകളില് ഈ ഒരാഴ്ചക്കാലം വലിയ പ്രാധാന്യത്തോടെയാണ് കൊണ്ടാടപ്പെടുന്നത്. സവിശേഷമാമിതം ഉത്ഥാനത്തിന്റെ 8-ാം ദിവസം പ്രത്യേകമായ വിധത്തില് തോമാസ് ലീഹായിക്ക് ഈശോ പ്രത്യക്ഷപ്പെടുകയും തന്റെ സഹനത്തിന്റെ മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഉത്ഥാനത്തിന്റെ സത്യം ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഈ പുതുഞായർ എല്ലാ സഭകളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അത് ആദിമസഭയുടെ കാലം മുതൽ ഇന്നുവരെയും അത് ലത്തീൻ പൗരസ്ത്യ സഭ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആഘോഷിച്ചു വരുന്ന കാര്യമാണ്. തോമാസ് ലീഹായിക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്ന ആ സുവിശേഷ ഭാഗമാണ് എല്ലാ സഭകളിലും ഉത്ഥാനത്തിന് ശേഷമുള്ള ഞായറാഴ്ച കുർബാന മധ്യേ വായിക്കപ്പെടുന്നതും ധ്യാനിക്കപ്പെടുന്നതും. 8 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഉത്ഥാനത്തിന്റെ 8 ദിവസങ്ങൾക്ക് ശേഷമാണ് തോമാസ് ലീഹായിക്ക് സവിശേഷമാമിതം ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. ഉത്ഥാനത്തിന്റെ അന്ന് തന്നെ വൈകുന്നേരം ശിഷ്യന്മാര് യഹൂദരോടുള്ള ഭയനിമിത്തം മുറിയടച്ചിരിക്കെ പ്രാർത്ഥിച്ചിരിക്കെ ഉത്ഥിതനായ മിശിഹ അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുകയും സമാധാനം ആശംസിക്കുകയും ചെയ്യുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അന്നേ ദിവസം തന്നെ വൈകുന്നേരം പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് സഭാപിതാക്കന്മാര് പറയും. അന്ന് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ക്രിസോസ്തോം പിതാവ് പറയും, ശിഷ്യന്മാരുടെ ദുഃഖം അകറ്റുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വാർത്ത സ്ത്രീകളിൽ നിന്ന് കേട്ടുവെങ്കിലും ശൂന്യമായ കല്ലറ കണ്ടുവെങ്കിലും ഉത്ഥാനമെന്ന ആ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കാതിരുന്ന ശിഷ്യന്മാരുടെ സംശയം നീക്കുന്നതിനും അവരുടെ ദുഃഖം അകറ്റുന്നതിനും വേണ്ടി അന്ന് തന്നെ വൈകുന്നേരം ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഒപ്പം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയും. ഈശോയ്ക്ക് അവരോട് പറയുവാനുണ്ടായിരുന്നത് സമാധാനം ആയിരുന്നു. അവർക്ക് ആശംസിക്കുവാനുണ്ടായിരുന്ന സമാധാനമായിരുന്നു. ഈശോയുടെ അന്ത്യപ്രഭാഷണത്തില് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിലെ ആ അവസാന പ്രഭാഷണത്തില് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ഈശോ പറയുന്നത് പരിശുദ്ധാരൂപിയെ വാഗ്ദാനം ചെയ്യുന്നതോടുകൂടെ തന്നെ സമാധാനം കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സമാധാനം ആശംസിക്കണമെന്നാണ് പരസ്യയുടെ കാലത്ത് ശിഷ്യന്മാരെ ഈശോ അയക്കുമ്പോൾ ശിഷ്യന്മാരോട് സ്ലീഹന്മാരോട് നിർദ്ദേശിച്ചിരുന്നത്. ഉത്ഥിതനായ മിശിഹ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം സമാധാനം ആശംസിക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ ഈശോ സാധ്യമാക്കിയത് എന്താണ് എന്ന്, തന്റെ പെസഹ രഹസ്യത്തിന്റെ ഫലം എന്താണ് എന്നാണ് ഈ സമാധാനാശംസയിലൂടെ ഈശോ വ്യക്തമാക്കുന്നത്. മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുവാൻ വേണ്ടി, അങ്ങനെ ആ പാപം മൂലം അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് മനുഷ്യവർഗത്തെ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു അവിടുന്ന് സഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും. അതിന്റെ ഫലമായി സംജാതമായത് ശാശ്വതമായ സമാധാനമാണ്, ശാന്തിയാണ്. ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഈ ശത്രുതയുടെ മതിൽ തകർക്കുകയും നമ്മുടെ സമാധാനമായി തീരുകയും ചെയ്തുവെന്ന് പൗലോസ് ലീഹ
എഫേസൂസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അവനാണ് നമ്മുടെ സമാധാനം. അവൻ സമാധാനമായി തീർന്നത് തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉത്ഥിതനായ മിശിഹ പ്രത്യക്ഷപ്പെടുന്നത്. ഈ സമാധാനത്തിന്റെ ദൂതന്മാരായിട്ട് ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റൂഹാദ് കുദിശായി അവർക്ക് ഊതിക്കൊണ്ട് ഉത്ഥിതനായ മിശിഹ നൽകുന്നത്. ഊതിക്കൊണ്ട് റൂഹായെ നൽകുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തില് സൃഷ്ടിയുടെ വിവരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യനിലെ നാസാരന്ധ്രങ്ങളിലേക്ക് കർത്താവായ ദൈവം ഊതിക്കൊണ്ടാണ് അവർക്ക് ജീവൻ നൽകുന്നത്, അരൂപിയെ നൽകുന്നത്. മനുഷ്യൻ ജീവനുള്ളവനായിത്തീരുന്നത്, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യതിരക്തനായിത്തീരുന്നത്, വ്യത്യസ്തനായിത്തീരുന്നത് ദൈവത്തിന്റെ ഈ ശ്വാസം, ഈ റൂഹ അവനിലുള്ളത് കൊണ്ടാണ്. അത് പിന്നീട് മിശിഹായിലൂടെ ശിഷ്യന്മാർക്ക് നൽകപ്പെടാനിരുന്നതും അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്നതുമായ ആ റൂഹാദ് കുദിശായെ തന്നെയാണ് അവിടെയും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ റൂഹായെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഥിതനായ മിശിഹ ശിഷ്യന്മാരുടെ മേൽ ഊതുകയും അവർക്ക് പാപമോചനാധികാരം നൽകുകയും ചെയ്യുന്നു. ശിഷ്യന്മാരെ പുരോഹിതരായി അവിടുന്ന് അഭിഷേചിക്കുകയായിരുന്നു എന്നാണ് സഭാപിതാക്കന്മാർ ഈ രംഗത്തെക്കുറിച്ച് പറയുന്നത്. പാപമോചനാധികാരം ശിഷ്യന്മാരിലൂടെ, സ്ലിഹന്മാരുടെ പിൻഗാമികളിലൂടെ, അവരുടെ കൈവെപ്പിലൂടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവർക്കാണല്ലോ സഭയിൽ ഇന്നും ഈ പാപമോചനാധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. പാപം മോചിക്കുന്നതിനും ചില പാപങ്ങൾ ബന്ധിക്കുന്നതിനുമൊക്കെയുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് ഈ ശ്ലൈഹിക കൈവെപ്പിലൂടെയാണ്, സ്ലിഹന്മാരിലൂടെയാണ്. അത് നൽകുന്നത് ഉത്ഥിതനായ മിശിഹായാണ്, റൂഹായി നൽകിയതിനു ശേഷമാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം 8 ദിവസം കഴിഞ്ഞാണ് ഉത്ഥിതനായ മിശിഹ തോമാസ് ലിഹായ്ക്ക് പ്രത്യേകവിധം, തോമാസ് ലിഹായ്ക്ക് തന്നെ എന്ന് പറയാം, പ്രത്യക്ഷപ്പെടുന്നത്. ശിഷ്യന്മാർ എല്ലാവരും ഭയപ്പെട്ട് കഥ കടച്ചിരിക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയതാകണം തോമാസ് ലിഹ. ഈ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തോമാസ് ലിഹ തിരിച്ചു വരുമ്പോൾ മറ്റ് ശിഷ്യന്മാർ, സ്ലിഹന്മാർ തോമായോട് പറഞ്ഞു, കർത്താവിനെ ഞങ്ങൾ കണ്ടു, അവൻ പ്രത്യക്ഷപ്പെട്ടു, സത്യമായും അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ളത്. പക്ഷെ താനില്ലാതിരുന്ന തന്റെ അസാന്നിധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അത് വിശ്വസിക്കുവാൻ തോമാസ് ലിഹ മടിച്ചു. തോമാസ് ലിഹ പറയുകയാണ്, അവനെ ഞാൻ കാണുകയും അവന്റെ കൈകളിൽ അവന്റെ മുറിവുകൾ കാണുകയും വിലാവിൽ അവന്റെ ആ മുറിവിൽ എന്റെ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല, തൊട്ടേ ഞാൻ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. ഇതൊരു തരം കടുംപിടുത്തമായിരുന്നു. കാരണം നമുക്കും പോകാം അവനോടുകൂടി മരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഗലീലയിൽ നിന്ന് യൂദയായിലേക്ക് പോകുവാനായിട്ട് ശിഷ്യന്മാരെ പ്രചോദിപ്പിച്ച ആ സ്ലീഹ അത്രമാത്രം ധൈര്യം കാണിച്ച് താനില്ലാതിരുന്ന ആ അവസരത്തിൽ ഉത്ഥിതൻ പ്രത്യക്ഷപ്പെട്ടതിൽ തോമാസ് ലിഹായ്ക്ക് ദുഃഖമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തോമാസ് ലിഹ പറയുന്നത്, ഞാൻ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, തൊട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റ് ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് സുവിശേഷന്മാരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഥകൾ അടച്ചിരിക്കെ അവർക്ക് മധ്യേ ഈശോ വന്നു നിൽക്കുമ്പോൾ ഇതൊരു ഭൂതമാണോ, യഥാർത്ഥത്തിൽ തന്നെ ശരീരം ഉള്ളവനാണോ എന്നുള്ളത്, യഥാർത്ഥ ഈശോയാണോ എന്നുള്ളത് അവർക്ക് സംശയമുണ്ടായിരുന്നു. എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. സന്തോഷത്താൽ അവർ വിശ്വസിക്കുവാൻ മടിച്ചുവെന്നാണ് ലൂക്കാസ് സുവിശേഷൻ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോ തന്റെ കരങ്ങളിലെ മുറിപ്പാടുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതും പാർശ്വം കാണിച്ചു കൊടുക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് തോമസ് ലീഹ പറയുന്നത്, നിങ്ങൾക്കുണ്ടായ അതേ മിശിഹ അനുഭവം, ഉത്ഥിതനായ മിശിഹായെ കുറിച്ചുള്ള അനുഭവം ഉണ്ടായാൽ മാത്രമേ ഞാനും വിശ്വസിക്കൂ. എനിക്കും കാണണം അവന്റെ കൈകളിലെ മുറിവുകൾ, എനിക്കും കാണണം അവന്റെ പാർശ്വത്തിലെ വിലാവിലുണ്ടായ ആ മുറിവ്. ഈശോയുടെ പാർശ്വത്തിന് അല്ലെങ്കിൽ പാർശ്വത്തിലുണ്ടായ ആ മുറിവിന് പ്രാധാന്യം നൽകുകയും ആ രംഗം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് യോഹന്നാൻ ശ്ലീഹ മാത്രമാണ്. 19-ാം അധ്യായത്തില് 34-ാം വാക്യത്തില് ഈശോ കുരിശിൽ കിടക്കുമ്പോൾ അവിടുന്ന് പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച് കഴിയുമ്പോൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി പടയാളികൾ ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നവരുടെ പാദങ്ങൾ തകർക്കുമ്പോൾ ഈശോയുടെ തിരുവിലാവിൽ കൊന്തം കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർശ്വത്തിൽ കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ രക്തവും വെള്ളവും സൂചിപ്പിക്കുന്നത് സഭയുടെ പ്രാഥമിക ഉദാശകളായ, അടിസ്ഥാന ഉദാശകളായ മാമോദീസായും പരിശുദ്ധുർബാനയുമാണ് എന്നുള്ളത് സഭാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് അപ്രയം പിതാവും മറ്റും വ്യാഖ്യാനിക്കുന്നത് നമുക്ക് പരിചിതമാണ്. അങ്ങനെ ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ വാരിയലിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചതുപോലെ രണ്ടാമത്തെ ആദമായി മിശിഹ മരണനിദ്ര പ്രാപിക്കുമ്പോൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് സഭ ജനിക്കുന്നു. സഭ ജനിക്കുന്നത് മാമോദീസായിലൂടെയും പരിശുദ്ധുർബാനയിലൂടെയുമാണല്ലോ. ആ പ്രാരംഭ ഉദാശകളെ സൂചിപ്പിക്കുന്നതാണെന്ന് പിതാക്കന്മാർ പറയും.
അപ്രകാരം കുറ്റി മുറിവേൽപ്പിച്ച അവനെ നോക്കുമെന്നുള്ളത് സക്രിയ പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ സക്രിയ പ്രവാചകൻ പറഞ്ഞിരുന്നു, കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കുമെന്ന്. അപ്പോൾ ആ മുറിവേൽ അത് പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു ഇതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ ഉദ്ധരണിയും അവിടെ നൽകുന്നത്. അതിനു മുൻപ് തന്നെ അന്ത്യത്താഴ വേളയിലെ ഈശോയുടെ പാർശ്വത്തിൽ ചാരിയിരുന്ന യോഹന്നാൻ ശ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോയോടുണ്ടായിരുന്ന ആ അടുപ്പം, വ്യക്തിപരമായ ബന്ധം സൂചിപ്പിക്കുന്നതാണ് 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോയുടെ മാറിനോട് ചേർന്ന്, പാർശ്വത്തോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായെ യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യോഹന്നാന് ഈശോയോടുണ്ടായിരുന്ന ആ ബന്ധം തന്നെ, അന്ത്യത്താഴ വേളയിൽ പ്രകാശിതമായ ആ ബന്ധം തന്നെ തനിക്കും ഉണ്ടാകണം. ഈശോയുടെ പാർശ്വത്തോട് അടുത്തിരിക്കണം, ആ പാർശ്വത്തിൽ എനിക്കും കൈവയ്ക്കണം, അവനോട് ചേർന്നിരിക്കണമെന്നാണ് തോമാ ശ്ലീഹായും വാശി പിടിക്കുന്നത്. യോഹന്നാന് ഈശോയോടുണ്ടായിരുന്ന ആ ബന്ധം യഥാർത്ഥത്തില് മനുഷ്യനായി അവതരിച്ച് ഈശോയ്ക്ക് പിതാവായ ദൈവത്തോട് തന്നെയുള്ള ബന്ധമാണ്. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തില്, മനുഷ്യാവതാരത്തിന് മുൻപ് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ വചനം, അനാദി മുതലേ സൃഷ്ടപ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ പിതാവിനോട് കൂടെയായിരുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ വചനം തന്നെ, ആ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, വചനത്തിന്റെ ആദ്യം മുതലുള്ള പൂർവാസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന്റെ പാർശ്വത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ മടിയിൽ, പിതാവിന്റെ ഹൃദയത്തിൽ ഒന്നായിരിക്കുന്ന വചനമെന്നാണ് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ പിതാവുമായിട്ട് വചനമായ പുത്രനുണ്ടായിരുന്ന ബന്ധം, ആ ബന്ധത്തിന്റെ മാതൃകയിലാണ് യോഹന്നാൻ ശ്ലീഹ, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഈശോയോടുണ്ടായിരുന്നത്. അതേ ബന്ധം തന്നെ തനിക്കും ഉണ്ടാകണം. ആ ഒരു ഹൃദയ ബന്ധം അത് തനിക്കുണ്ട്, അത് തന്നെ അനുഭവിക്കാൻ അവസരം കിട്ടണമെന്നുള്ളൊരു വാശിയായിരുന്നു തോമാ ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നത്. തോമാ ശ്ലീഹായെ പലപ്പോഴും സംശയിക്കുന്ന തോമ എന്ന് പറയാറുണ്ട്. പക്ഷേ തോമായുടെ മാത്രമായിരുന്നില്ല സംശയം, തീർച്ചയായിട്ടും തോമായ്ക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാവരും സംശയിച്ചിരുന്നു. ഉത്ഥാനം എന്നുള്ള ആ രഹസ്യം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിലും വലിയ രഹസ്യം തന്നെയാണ്, ആയിരുന്നതാനും ആണുതാനും. അപ്പോൾ ആ സംശയം തീർച്ചയായിട്ടും തോമാ ശ്ലീഹായും പങ്കുവെച്ച് കാണുന്നു. എങ്കിലും തോമായ്ക്ക് ലഭിക്കുന്ന ആ മഹാഭാഗ്യം, ഉദ്ധിതനെ നേരിട്ട് കാണുന്നതിന്, അവിടുത്തെ ആ ശരീരത്തിലെ പീഡാസഹനത്തിന്റെ മുറിവുകൾ കാണുന്നതിന് വലിയ ഭാഗ്യമാണ് ലഭിക്കുന്നത്. ഈ തോമാ ശ്ലീഹ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്നില്ലെങ്കിലും തോമായുടെ വാശി മനസ്സിലാക്കിയിരുന്ന ഈശോ തന്നെ അവനെ മുൻപോട്ട് വിളിക്കുകയാണ്. വന്ന് എന്റെ മുറിവുകൾ കാണ്, പാർശ്വത്തിൽ കൈവയ്ക്കെന്ന് പറയുകയാണ്. ഇതേക്കുറിച്ച് മഹാനായ ഗ്രിഗറി പറയും, ശരീരമാണ് തോമാ ശ്ലീഹ കണ്ടത്, പക്ഷേ തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ ദൈവത്വമാണ്. എന്റെ കർത്താവും എന്റെ ദൈവവും, എന്റെ കർത്താവേ എന്റെ ദൈവമേ, മാർ വാലാഹ് എന്നാണ് അറമായ സുറിയാനി ഭാഷയിൽ തോമാ ശ്ലീഹ ഈശോയോട് പറയുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറയുമ്പോൾ കർത്താവ് എന്ന ദൈവം സ്വയം വെളിപ്പെടുത്തിയതാണ്. മൂശയ്ക്ക് ആ കത്തി ജ്വലിച്ചിരുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ പേരാണ് കർത്താവ് എന്നുള്ളത്, യാഹ്വേ എന്നുള്ളത്, ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്നുള്ളത്. ആ യാഹ്വേ, ആ കർത്താവ്, പിതാക്കന്മാരുടെ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമായ കർത്താവ് തന്നെയാണ് നീ എന്നാണ് പത്രോസ് പറയുന്നത്. അവൻ തന്നെ, ആ കർത്താവ് തന്നെയാണ് ദൈവം. പഴയ നിയമത്തിൽ സൃഷ്ടാവും പരിപാലകനുമായ ഇസ്രായേലിന്റെ വിമോചകനായ ദൈവത്തെക്കുറിച്ച് ഈ രണ്ട് നാമങ്ങളാണല്ലോ നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. അത് കർത്താവെന്നാണെങ്കിലും ദൈവമെന്നാണെങ്കിലും എല്ലാം ഉദ്ദേശിക്കുന്നത് ഒരേ വ്യക്തിയെ തന്നെയാണ് നമുക്കറിയാം. ആ പഴയ നിയമം ചരിത്രം മുഴുവന്റെയും ദൈവമാണ്. ആ ദൈവം തന്നെയാണ് നീ എന്ന് തോമാ ശ്ലീഹ ഏറ്റു പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നോക്കിയാൽ കാണുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തോമായുടേതാണ് എന്ന് സഭാപിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് പത്രോസ് ശ്ലീഹ പറയുന്നത് ആ വിശ്വാസ പ്രഖ്യാപനം വലിയ പ്രധാനപ്പെട്ട മഹത്തായ പ്രഖ്യാപനമാണെന്ന് നമുക്കറിയാം. മർത്ത പറയുന്നുണ്ട് ലാസറിന്റെ മരണത്തിന്റെ വേളയിൽ, നീയാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രഖ്യാപനങ്ങളെക്കാൾ എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ളത് തോമാ ശ്ലീഹായുടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ഈ പ്രഖ്യാപനമാണ്. തോമാ പ്രഖ്യാപിക്കുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവും ആണ് നീ. ആ ഏകദൈവത്തിന്റെ ത്രിത്വത്തിന്റെ രഹസ്യം മുഴുവനും മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു വലിയ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനമായിരുന്നു തോമാ ശ്ലീഹായുടേത്.
ഈ മിശിഹാനുഭവമായിട്ടാണ് തോമാസ് ലീഹ ഇങ്ങ് ഭാരതത്തിലേക്ക് വരുന്നതും നമ്മുടെ പൂർവികർക്ക് ആ വിശ്വാസം പകർന്നു നൽകുന്നതും. മാർത്തോമാ നസ്രാനികളായ നമ്മെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിന്റെ ദിവസമാകേണ്ടതാണ് ഈ പുതുഞായർ. ഉത്ഥാനം പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഈ പുതുഞായർ. എട്ടാം ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു ആദിമസഭ പ്രധാനമായി സമ്മേളിച്ചിരുന്നതും മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്നതുമല്ല. ഇന്നും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ വളരെ ആഘോഷമായിട്ട് കർത്താവിന്റെ ഉത്ഥാനം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതുമല്ല. അപ്പോൾ ഈ തോമാസ് ലീഹായിലൂടെ നമുക്ക് ലഭിച്ച ആ മിശിഹാനുഭവം, മിശിഹായി ഉദ്ധിതനായ മിശിഹായി നേരിട്ട് കാണുന്നതിന്, അവിടുന്ന് സത്യമായും ഉത്ഥാനം ചെയ്തു എന്ന് കാണുക മാത്രമല്ല തൊട്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന്, സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ ചൂടോടുകൂടി തന്നെ, അനുഭവത്തിന്റെ ചൂടോട് തന്നെ പകർന്നു നൽകുന്നതിന് ഭാഗ്യം ലഭിച്ചവനായിരുന്നു തോമാസ് ലീഹ. ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയാണ്, ചൂടാണ് നമ്മുടെ പൂർവികർ സ്വീകരിച്ചത്. അതാണ് നമുക്കും കൈമാറി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച്, മാർത്തോമാ നസ്രാനികളെ സംബന്ധിച്ച് അല്ല, ഭാരതസഭയെ മുഴുവനും സംബന്ധിച്ച് ഭാരതത്തിന്റെ സ്ലീഹായായ തോമാസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനം, ഈ ശിഷ്യത്വം, ഈ സ്ലീഹാത്വം, അത് നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യമാണ്. ഏറ്റവും വലിയ തിരുനാളായി നമ്മൾ ആഘോഷിക്കേണ്ടതും ഈ പുതുഞായർ തന്നെയാണ്, ഉത്ഥാനം കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും. അതുകൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ചില വ്യക്തികൾക്കുണ്ടായ ദർശനങ്ങളുടെ വെളിച്ചത്തിലും മറ്റുമൊക്കെ ഉയർന്നു വന്ന ചില തിരുനാളുകൾ, അത് ദൈവകരുണയുടെ തിരുനാളാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരുനാളുകൾ, ആഘോഷങ്ങൾ, മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങളുടെ പെസഹ ആഘോഷങ്ങളുടെ തിരുനാളും അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഈ പുതുഞായറിന്റെ ആഘോഷവുമായിട്ട് ബന്ധിപ്പിച്ച് മറ്റൊരു ആഘോഷങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് സഭയുടെ മുഴുവന്റെയും ആഗ്രഹം എന്നുള്ളത് ബെനഡിക്റ്റ് മാർപ്പാപ്പ പല ആവർത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വിശുദ്ധനായ ജോൺ ബോൾ മാർപ്പാപ്പ തന്നെയും ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ തോമാസ് ലീഹായുടെ ഈ അനുഭവത്തിന്, തോമാസ് ലീഹായ്ക്കുണ്ടായ ഈ പ്രത്യക്ഷീകരണത്തിന്, ഉദ്ധിതന്റെ ഈ പ്രത്യക്ഷീകരണത്തിന് യാതൊരു ഭംഗവും വരാത്ത രീതിയിൽ വേണമെങ്കിൽ അഡീഷണലായിട്ട് രണ്ടാമത് പ്രാധാന്യം നൽകി ആഘോഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പലരും അതെല്ലാം വിസ്മരിച്ചിട്ട് വലിയ പ്രാധാന്യത്തോടെ ഈശോയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ദിവസം മുതൽ തന്നെ ആ ഉത്ഥാനത്തിന്റെ പ്രാധാന്യം, ഉയിർപ്പ് ഞായറിന്റെ പ്രാധാന്യം എല്ലാം തമസ്കരിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവകരുണയുടെ നൊവേന ആരംഭിക്കുകയും അല്ലെങ്കിൽ അത് തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നുള്ളത്, വിശുദ്ധ ഗ്രന്ഥത്തിനെതിരാണ് എന്നുള്ളതിന് സഭയുടെ പാരമ്പര്യം ശക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച്, ഭാരതസഭയെ സംബന്ധിച്ച് ഈ പുതുഞായർ വിശ്വാസ പ്രഘോഷണത്തിന്റെ ആഘോഷമാണ്. സാധിക്കുമെങ്കിൽ തോമാസ് ലീഹായുടെ കബറിടത്തെങ്കിലേക്ക് തീർത്ഥാടനം നടത്തി ആ വിശ്വാസ പൈതൃകത്തിന്റെ ഇതിലെ അഭിമാനം നമുക്ക് അറിയിക്കുവാനും അത് ലോകത്തോട് മുഴുവനും പ്രഘോഷിക്കുവാനുള്ള ഒരു അവസരമാണ് പുതുഞായർ. നമുക്ക് തോമാസ് സ്ലീഹായായി നൽകിയ നല്ല കർത്താവിന് നമുക്ക് നന്ദി പറയാം. തോമാസ് ലീഹായുടെ ആ വിശ്വാസ തീക്ഷ്ണത, ആ വിശ്വാസത്തിന്റെ ആഴം അത് നമുക്ക് ലഭിക്കണമേ, നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുർബാനയിലും യാമപ്രാർത്ഥനകളിലുമൊക്കെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് തോമാസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അനുസ്മരണത്തോടു കൂടിയാണ്. തോമാസ് ലീഹ പറഞ്ഞത് മാർ വാലാഹ് എന്നാണ്, എന്റെ കർത്താവേ എന്റെ ദൈവമേ, അല്ലെങ്കിൽ എന്റെ കർത്താവും എന്റെ ദൈവവും എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. തോമാസ് ലീഹ ഏകവചനത്തിൽ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സമൂഹം എന്നുള്ള നിലയിൽ, ആരാധനാ സമൂഹം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നാണ് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. അത് സൗകര്യാർത്ഥം പലപ്പോഴും ചെറുതാക്കി കർത്താവായ ദൈവമേ എന്നാക്കിയിട്ടുണ്ടെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് തോമാസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ്. അതുകൊണ്ട് മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നുള്ളത് മാർ വാലാഹ് എന്ന് തോമാസ് ലീഹ പറഞ്ഞ ആ വിശ്വാസ പ്രഘോഷണത്തിന്റെ തന്നെ മറ്റൊരു രൂപമാണ് മാറൻ വാലാഹൻ എന്നുള്ള ആ പ്രയോഗം. നമുക്ക് നമ്മുടെ അധരങ്ങളിൽ ഈ വിശ്വാസ പ്രഖ്യാപനം നിറഞ്ഞു നിൽക്കട്ടെ. മാർ വാലാഹ്, മാറൻ വാലാഹ്. നിശ്ചയമായും കർത്താവും ദൈവവുമായ ഉദ്ധിതനായ മിശിഹ നമുക്ക് അവിടുത്തെ സമാധാനം സമൃദ്ധമായി നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അവിടുത്തെ രക്ഷ നമുക്ക്
നമുക്ക് സ്വന്തമാകും. അവിടുന്ന് നൽകുന്ന ജീവനിൽ സമൃദ്ധമായി പങ്കുചേരുന്നതിന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആമേൻ.